ഞാൻ ആദ്യമായിട്ടാട്ടോ ഗ്രീൻ പീസ് ഇങ്ങനെ പയറ് പോലെ പച്ചയ്ക്ക് കാണുന്നത്. ഇപ്പോഴാണെങ്കിൽ ഇതിന്റെ സീസൺ ആണ് പോലും. അതുകൊണ്ട് തന്നെ അപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൂർഗ് സൈഡിലൊക്കെ നിറയെ ഇതിങ്ങനെ വെച്ച് വെക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞാനും വാങ്ങിയിട്ടോ കുറച്ച്. ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇത് സൂക്ഷിക്കാട്ടോ. ഞാൻ വിചാരിച്ചു അതിനെ കൊണ്ടൊന്നും ഒരു ഐറ്റം ഉണ്ടാക്കാന്ന്. ഈ ഉരുളക്കിഴങ്ങിന്റെ ഈ ഒരു ഐറ്റം അല്ലേ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അത് അത്ര ഐറ്റംസ് വേണം കേട്ടോ. അതിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഉള്ളി നീളത്തെ കട്ട് ചെയ്യേ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് കടുകും ജീരവും കൂടെ ഇട്ട് പൊട്ടിച്ച ശേഷം ഉള്ളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഇരുന്നുണ്ടേ. ആദ്യം ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ആ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുക. അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3/4 വേവായാൽ മതി. നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ മെയിൻ പരിപാടികൾ. ലാസ്റ്റ് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുത്തില്ല തോന്നുന്നു കേട്ടോ. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നല്ലതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.